ഓക്കെ, അസ്സാം വലൈക്കും. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ കഴിഞ്ഞ 20-ാം തീയതി നടന്നിട്ടുള്ള എക്സാമിന് ലിറ്ററേച്ചറിന്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് നമുക്ക് ലിറ്ററേച്ചറിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, اقرأ العبارتين الآتيتين واختر الجواب الصحيح. ألف كتاب البخلاء للجاهل. രണ്ടാമത്തേത് മസ്രഹിയത്തുൽ ബഖീൽ ലിമാറു നിഖാഷ്. എല്ലാവരും ആൻസർ ചെയ്യണം കേട്ടോ, പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യണേ. രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, അതിൽ കറക്റ്റ് ആൻസർ തരേണ്ടതാണ്. ഓക്കെ, എല്ലാവരും ആൻസർ ചെയ്യട്ടോ, മാക്സിമം ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആൻസർ ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നമുക്കറിയാം രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഓക്കെ, കിലാഹുമ സ്വഹീഹ് എന്നുള്ളതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, കിതാബുൽ ബുഖലാഹ് ജാഹിലിന്റെ പുസ്തകമാണ്. അതുപോലെ തന്നെ മസ്രഹിയത്തുൽ ബഖീൽ മാറു നിഖാഷിന്റെ ആദ്യത്തെ മസ്രഹിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഖ്റ അൻ-നിഖാത്ത് അത്താലിയ വഖ്തർ അൽ ജവാബ് സ്വഹീഹ്. ഇത് മക്കാമയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹമദാനിയുടെയും ഹരീരിയുടെയും ബത്തലിനെയും റാവിയെയും കൊടുത്തിട്ടുണ്ട്. അത് കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പൊതുവെ ഈ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഇവരുടെ ബത്തലിനെയും റാവിയെയും ഒക്കെ. അത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കാം. എല്ലാവരും പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാട്ടോ. ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആൻസേഴ്സ് വരുന്നുണ്ട്. എല്ലാവരും ആൻസർ ചെയ്യാട്ടോ. ഓക്കെ, വെരി ഗുഡ്, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. രണ്ടും തെറ്റാണ് അല്ലെ. ഹമദാനിയുടെ ബത്തൽ ഓക്കെയാണ്, അബുൽ ഫത്തൽ ഇസ്കന്ദരിയാണ്, പക്ഷെ റാവി തെറ്റാണ് അല്ലെ. റാവി ആരാണ്? നമുക്കറിയാം റാവി ഐസബിൻ ഹിഷാം ആണ് അല്ലെ. നേരെ തെറ്റിയിട്ടാണ് കൊടുത്തത്. റാവി രണ്ടുപേരുടെയും തെറ്റിച്ചിട്ടാണ് കൊടുത്തത്. അതുപോലെ ഹരീരിയുടേത് അബൂ സെയ്ദ് സെറൂജിയാണ് അതിലെ ബത്തല്. റാവി ഹാരിസ് ബിൻ ഹുമാമാണ്. അപ്പൊ രണ്ടുപേരുടെയും റാവിമാരെ തെറ്റിച്ചിട്ടാണ് ഇതിൽ കൊടുത്തത്. അതുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യനിൽ ഈ ആൻസേഴ്സ് എന്താണ്? തെറ്റാണ്. കിലാഹുമ ഹത്ത എന്നുള്ളതാണ്. അടുത്ത ചോദ്യം ചോദിക്കാം. اختر الجواب الصحيح. هو صورة حية للحياة الاجتماعية في مختلف البيئات التي تقلب فيها الرجال. ഓപ്ഷൻ എ കിതാബുൽ മുഖദ്ദിമ, ഓപ്ഷൻ ബി കിതാബു അൽ വഫിയാത്തുൽ അഗിയാൻ, ഓപ്ഷൻ സി കിതാബുൽ മുവാസന ബൈന മുതനബ്ബി വ ഖുസൂമി, ഓപ്ഷൻ ഡി കിതാബുൽ ഹയവാൻ. ഓക്കെ, എല്ലാവരും ആൻസർ ചെയ്യാട്ടോ. ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആൻസർ ആണ്. ഓപ്ഷൻ എ ആണ് അല്ലെ, കറക്റ്റ് ആൻസർ ആണ്. കിതാബുൽ മുഖദ്ദിമയിൽ വന്നിട്ടുള്ളതാണ്. ഇബ്നു ഖൽദൂന്റെ മുഖദ്ദിമയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, അതായത് ആളുകൾ ജീവിച്ചിരുന്ന വിവിധ ബിഅത്തിലെ വ്യത്യസ്ത ബിഅത്തിൽ അവരുടെ ഒരു സാമൂഹിക ജീവിതത്തെ കുറിച്ച് പറയുന്ന ഒരു അത്തരത്തിലുള്ള ചിത്രീകരണമാണ് ഈ ഒരു പുസ്തകത്തിലെ മുഖദ്ദിമയിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇബ്നു ഖൽദൂന്റെ മുഖദ്ദിമയെ കുറിച്ചിട്ടുള്ള ഒരു കോട്ടാണിത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏറ്റവും ശരിയായി തിരഞ്ഞെടുക്കാനാണ്. നവറാത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് എത്ര ജുസയിലാണ്, അതിൽ എന്താണ് പറയുന്നത് എന്നുള്ളതാണ്. النظرات ثلاثة أجزاء وهو مجموعة القصص. اوبشن بي النظرات جزءان وهما مجموعة الأشعار. اوبشن سي النظرات ثلاثة أجزاء وهو مجموعة المقالات. اوبشن دي النظرات جزءان وهما مجموعة القصص. എല്ലാവരും ആൻസർ ചെയ്യട്ടോ. ഓക്കെ, വെരി ഗുഡ്, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ അല്ലെ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നഗറാത്ത് നമുക്കറിയാം അത് 3 ജുസ് ആണ്. മജ്മുഅത്തുൽ മക്കാലാത്താണ്. അന്നുണ്ടായിരുന്ന മക്കാലകളുടെ ഒരു സമാഹാരമാണ് അതിലുള്ളത്. അതുപോലെ തന്നെ അത് മുഅയ്യിദിലായിരുന്നു അത് പബ്ലിഷ് ചെയ്തിരുന്നത്. ഓക്കെ, 3 ജുസയിലാണ് നഗറാത്ത് ഉണ്ടായിരുന്നത്. മുസ്തഫ ലത്ഫി മൻഫലുത്തിയുടേതാണ്. അത് മജ്മുഅത്തുൽ മക്കാലാത്താണ്. അത് അദ്ദേഹം പബ്ലിഷ് ചെയ്തിരുന്നത് മുഅയ്യിദിലായിരുന്നു. നമുക്കറിയാം മുഅയ്യിദ് പത്രം, അതിലായിരുന്നു അദ്ദേഹം അത് പബ്ലിഷ് ചെയ്തിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഷ്തഹറ തോഹ ഹുസൈൻ നാഖിദൻ ഷാഇറൻ റുവായിയ, പിന്നെ എയും സിയും. എന്താ കറക്റ്റ് ആൻസർ?
ഓക്കെ, വെരി ഗുഡ്. ഓപ്ഷൻ ഡി ആണ് അല്ലെ, എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ അദ്ദേഹം എന്താ നാഖിദാണ്, അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു റുവായി കൂടെയാണ്. ഓക്കെ, ത്വാഹ ഹുസൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. من القائل هذا حسان فهل من فهول الجاهلية فلما جاء الإسلام سقط شعره. ആരാണത് പറഞ്ഞത് എന്നുള്ളതാണ്. ഹസ്സാൻ ഇബ്നു സാബിത്തിനെ കുറിച്ചിട്ട് ആര് പറഞ്ഞതാണ്? ഓപ്ഷൻ എ അസ്മാഇ, ഓപ്ഷൻ ബി അൽ മുത്തനബി, ഓപ്ഷൻ സി ഖലീഫ അലി റളിയല്ലാഹു അൻഹു, ആൻഡ് ഓപ്ഷൻ ഡി ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു. എല്ലാവരും ആൻസർ ചെയ്യാൻ ശ്രമിക്കട്ടെ. ഓക്കെ, വെരി ഗുഡ്. കറക്റ്റ് ആൻസർ ആണ്. അസ്മാഇ പറഞ്ഞിട്ടുള്ള ഒരു കോട്ടിംഗ് ആണിത്. ഹസ്സാനെ കുറിച്ചിട്ട് അസ്മാഇ പറഞ്ഞിട്ടുള്ളതാണ്. ഹാദ ഹസ്സാൻ ഫഹലു മിൻ ഫുഹൂലിൽ ജാഹിലിയ ഫലമ്മ ജാ അൽ ഇസ്ലാം സഖത ഷൗറുഹു. ഇത് ജാഹിലിയയിലെ കവിയായിരുന്നു. പിന്നെ നമുക്കറിയാം അദ്ദേഹം മുഖാറമീനാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത്. പിന്നീട് ഇസ്ലാം വന്നു, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. പിന്നീട് അദ്ദേഹത്തിന്റെ കവിത പോയി എന്നുള്ളതാണ് പറഞ്ഞത്. കാരണം അത്രമാത്രം ജാഹിലിയ കാലഘട്ടത്തിൽ നല്ല രീതിയിൽ കവിത എഴുതിയിരുന്ന ആളായിരുന്നു. പിന്നെ ഇസ്ലാമിനെ സ്വീകരിച്ചു. അപ്പൊ കവിതയൊക്കെ അതിലൊക്കെ എന്താണ് നല്ല മാന്യമായിട്ടുള്ളത് കീപ്പ് ചെയ്തു എന്നുള്ളതാണ്. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കവി എന്നൊക്കെ അറിയപ്പെടുന്ന ആളാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത്. അദ്ദേഹത്തെ കുറിച്ച് അസ്മാഇ പറഞ്ഞിട്ടുള്ള ഒരു കോട്ടിംഗ് ആണിത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അഷ്റഫ് ദീവാനുൽ അറബ് ലിഅന്നഹു ഇഖ്തർ അൽ ഇജാബ അൽ ഖാത്തിയ. തെറ്റായ സ്റ്റേറ്റ്മെന്റ് കണ്ടെത്താനാണ്. ഓക്കെ, ഇങ്ങനെയുള്ള നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം, നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കൂലത്. അപ്പൊ തെറ്റായ സ്റ്റേറ്റ്മെന്റ് കണ്ടെത്താനാണ് ഇവിടെ പറയുന്നത്. قد غطى جميع جوانب الشعر الغنائي. ഓപ്ഷൻ ബി حافل بالحديث عن أحوال العرب وعاداتهم. ഓപ്ഷൻ സി سجل خالد لهؤلاء العرب الجاهلين. ഓപ്ഷൻ ഡി معلقة على أستار الكعبة. എല്ലാവരും ആൻസർ ചെയ്യട്ടോ. ഇതിൽ തെറ്റായതാണ് കണ്ടെത്തേണ്ടത്. അപ്പൊ ബാക്കി 3 ആൻസേഴ്സിൽ കറക്റ്റ് ആയിരിക്കും. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് അതിൽ തെറ്റ്. മുഅല്ലഖാല കഅബ എന്നുള്ളത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ശരിയായിട്ട് എന്തൊക്കെയാന്നുള്ളത് നോക്കാം. അത് ഒത്ത ജമിഉ ജവാനിബ് ഷിയറിൽ അഗനായി, അതായത് ഷിയർ എനായുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഓക്കെ, രണ്ടാമത്തത് എന്താ? ഹാഫൽ ബിൽ ഹദീസ് ആൻഡ് അഹ്വാൽ അറബ് ആദാത്തിയും, അറബികളുടെ അവരുടെ അഹ്വാലിനെ കുറിച്ചിട്ട് അവരുടെ ആദാത്തുകളെ കുറിച്ചിട്ടൊക്കെ അതിൽ പറഞ്ഞിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ തന്നെയാണ്. പിന്നെ അടുത്തത് എന്താണ്? സജുൽ ഖാലിദ് ലി ഹൗലൈൽ അറബിൽ ജാഹിലീൻ, ഈ ജാഹിലി അറബികളുടെ കുറിച്ചിട്ടുള്ള അവരെ കുറിച്ചുള്ള ഒരു ഖാലിദ് ആയിട്ടുള്ള ഒരു റെക്കോർഡാണത്. അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെയാണ് ഷെർ ദിവാൽ അറബ് എന്നുള്ളത്, അല്ലാതെ മുഅല്ലഖാല അസ്സാൽ കഅബ എന്നുള്ളത് തെറ്റായതാണ്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ഡി ആണ് തെറ്റായ സ്റ്റേറ്റ്മെന്റ്. എയും ബിയും സിയും കറക്റ്റ് ആണ്. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ടെക്സ്റ്റ് ബുക്ക് ഏകദേശം ഒരു 10ന്റെ അടുത്ത് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. കാരണം പലതും നമുക്ക് റീഡിംഗിൽ വന്നിട്ടുള്ള ഒരുപാട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ടെക്സ്റ്റ് ബുക്ക് ഡയറക്റ്റ് ആയി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ما هو الاسم الكامل الرئيس الهند السابق فضيلة الدكتور عبد الكلام. APJ അബ്ദുൽ കലാമിന്റെ പൂർണ്ണ നാമമാണ് ചോദിക്കുന്നത്. ഇസ്മുൽ കാമിലാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ അബുൽ ഫക്കീർ സൈനുൽ ആബിദീൻ അബ്ദുൽ കലാം. ഓപ്ഷൻ ബി അബൂബക്കർ ജാബിർ ബിൻ അബ്ദുൽ കലാം. ഓപ്ഷൻ സി അബു മുഹമ്മദ് ഷംസുൽ ആബിദീൻ. ആൻഡ് ഓപ്ഷൻ ഡി അബു ബഷീർ സുബൈർ ബിൻ അബ്ദുൽ കലാം. നമുക്കറിയാം അദ്ദേഹം റയീസുൽ ഹിന്ദു സാബിഖാണ്, മുൻ ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ചിട്ട് സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാറുണ്ടായിരുന്നു. കാരണം പഴയ 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അതുപോലെ തന്നെ പുതിയ 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, ഓക്കെ, കറക്റ്റ് ആൻസർ ആണ്. നമുക്ക് നോക്കാം. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അബുൽ ഫക്കർ സൈനുൽ ആബിദീൻ അബ്ദുൽ കലാം എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ليست الأحلام ما ترى في المنام إنما الأحلام ما تزعج نومك. هذه الجملة تعريب القول التشريعي لشخص مشهور. ആരുടേതാണ് ഈ ഒരു വാക്ക് എന്നുള്ളതാണ് അല്ലെ. ലൈസത്തിൽ അഹ്ലാം മാ തറ ഫിൽ മനാം ഇന്നമൽ അഹ്ലാം മാ തുസ്ഇജു നൗമക്. കാരണം നിങ്ങൾ എന്താണ്, നിങ്ങൾ ഉറക്കിൽ കാണുന്നതല്ല സ്വപ്നം, പക്ഷെ നിങ്ങളുടെ ഉറക്കത്തെ നഷ്ടപ്പെടുത്തുന്നതാണ് സ്വപ്നം എന്നുള്ള ഈ ഒരു വളരെ എൻകറേജിംഗ് ആയിട്ടുള്ള ഒരു കോട്ട് പറഞ്ഞത് ആരാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ എബ്രഹാം ലിങ്കൺ. ഓപ്ഷൻ ബി നെൽസൺ മണ്ടേല. ഓപ്ഷൻ സി മഹാത്മാഗാന്ധി. ഓപ്ഷൻ ഡി APJ അബ്ദുൽ കലാം. ഇത് പൊതുവെ എല്ലാവർക്കും അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും.
നമുക്കറിയാം APJ അബ്ദുൽ കലാമിന്റെ ഒരു കോട്ടാണ്. അപ്പം ഇദ്ദേഹം ഈ കറക്റ്റ് ഈ ഒരു കോട്ട് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. നമ്മളിത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ആ ഒരു ഭാഗമൊക്കെ. അതിൽ നമ്മൾ കാണിച്ചിരുന്നു ടെക്സ്റ്റ് ബുക്കിലുള്ള ഭാഗങ്ങൾ. ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റ് അദ്ദേഹത്തിന് 3 കോട്ട് കൊടുത്തതിൽ ഒരു കോട്ട് ഇതായിരുന്നു ലൈസത്തിൽ അഹ്ലാം മാ തറാ ഫിൽ മനാം ഇന്നമൽ അഹ്ലാമു മാ തുസഅജു നൗമക് എന്നുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം. اشتروا بالمال حمدا وطلبوا في الناس مجدا انما الدنيا جمال للذي اعطى واستى മാതാ യത്ലുബു വമാതാ യഖ്ബുറു ശാഇർ ഫി ഹാദൈനി സത്രൈനി. ഈ 2 വരികളിൽ നിന്നിട്ട് കവി എന്താണ് പറയുന്നത് എന്നുള്ളതാണ്. ഓക്കെ, എല്ലാവരും ആൻസർ ചെയ്യാൻ ശ്രമിക്കട്ടോ. ഓക്കെ, അപ്പം ഓക്കെ, കറക്റ്റ് ആൻസർ ആണ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇത് ഡയറക്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ആദ്യം നമുക്ക് ഈ ഒരു വരിയുടെ ആശയം നമുക്ക് നോക്കാം. 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് ആണ് ടീച്ചറെ. 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക്, 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക്, 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലെ അസ്സാദ് അൽ ഹഖീഖ എന്നുള്ള തിർമാഹബുൽ ഹക്കീമിന്റെ ഒരു കവിതയാണ്. അസ്സാദ് അൽ ഹഖീഖ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അസ്സാദ് അൽ ഹഖീഖ എന്നുള്ള തിർമാഹബുൽ ഹക്കീമിന്റെ കവിതയിലെ ആദ്യത്തെ നമുക്കറിയാം ഉമവി പോയിന്റ് ആണ്. ആദ്യത്തെ 2 വരിയാണ് ഇവിടെ കൊടുത്തത്. ഇഷ്തറൂ ബിൽ മാലി ഹംദൻ വത്ലുബൂ ഫിന്നാസി മജ്ദ ഇന്നമദ്ദുനിയ ജമാലുൻ ലില്ലദി അഅത വസ്ത. അതായത് അതിൽ എന്താ പറയുന്നത്? ഇഷ്തറൂ ബിൽ മാലി ഹംദൻ വത്ലുബൂ ഫിന്നാസി മജ്ദൻ, അതായത് പണം കൊടുത്ത് നിങ്ങൾ പ്രശംസ വാങ്ങുക, അതുപോലെ തന്നെ ആളുകൾക്കിടയിൽ നിങ്ങൾ മഹത്വം തേടുക. ഇന്നമദ്ദുനിയ ജമാലുൻ ലില്ലദി അഅത വസ്ത, കൊടുക്കുന്നവനും ദാനം ചെയ്യുന്നവനും മാത്രമേ ലോകം മനോഹരമാകുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അതിനുള്ള എന്താണ് അതിനോട് ഷായർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം യത്ലുബു ഇൻഫാഖുൽ മാലി ഫിൽ ഖൈരി ലിൽ ഹുസൂലി അൽ ഹംദി വൽ മജ്ദി വയഖ്ബിറു ഇന്ന ദുനിയ തകൂനു ജമീലൻ ലിമൻ യുഅതി വയുസ്തി വഹ്ദഹു എന്നുള്ളതാണ് ആശയം. അല്ലെ, ക്ലിയർ അല്ലേ? അതായത് നമുക്ക് എന്താണ് നമ്മൾ നല്ല കാര്യങ്ങളിൽ പണം ചെലവഴിക്കുന്ന ആളുകൾക്കാണ് എന്തുണ്ടാവുക, നല്ല പ്രശംസയും മഹത്വമൊക്കെ നമുക്ക് നേടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ നമ്മൾ പണം ചെലവഴിക്കണം, നല്ല പ്രവൃത്തികൾക്ക് നമ്മൾ പണം ചെലവഴിക്കണം എന്നുള്ളതാണ്. അതാണ് ഇവിടെ ഷായർ ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ എന്താണ് ദാനം കൊടുക്കുകയും ചെയ്യുന്നവർക്കൊക്കെ എന്താണ് അവർക്കാണ് ലോകം മനോഹരമാകുക എന്നുള്ളതാണ്. അപ്പൊ അതാണ് അതിൽ കറക്റ്റ് ആൻസർ വരുന്നത്. ഇതിൽ നമ്മൾ അന്ന് പറഞ്ഞിരുന്നു ക്ലാസ് എടുക്കുന്ന സമയത്ത് ഓരോ കവിത പഠിക്കുമ്പോഴും അതിന്റെ കറക്റ്റ് ആൻസർ അതിന്റെ കവിതന്റെ ആശയം എന്താണെന്നുള്ള പഠിക്കണം. കാരണം ഇപ്പോഴത്തെ ഒരു സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ കവിതയുടെ ആശയത്തിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ നന്നായിട്ട് വരുന്നുണ്ട്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ കവിതന്റെ ആശയത്തിൽ നിന്ന് വന്നതാണ്. അപ്പൊ ഈ 2 വരി തന്നിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ഈ ഒരു ആൻസറിൽ കാണാൻ പറ്റും. ലത്ലുബു അൽ ഹംദു വൽ മജ്ദ ബി ഇൻഫാഖിൽ മാലി ഫിൽ ഖൈറാത്ത് ഇന്ന ജമാല ദുനിയ ഫി അൽതായിൽ മാലി ഫിൽ ഖൈറാത്ത്. കേട്ടോ, അപ്പം ഹംദും മജ്ദും ഇങ്ങനെ എന്താണ് നല്ല രീതിയിൽ പണം ചെലവഴിക്കുന്നവർക്കേ ഉള്ളൂ എന്നും എന്താണ് നല്ല രീതിയിൽ ചെലവഴിക്കുന്നവർക്കാണ് ഈ ഒരു ദുനിയാവിന്റെ ജമാൽ ഉണ്ടാവുക എന്നുള്ളതൊക്കെ കറക്റ്റ് ഈ പാഠത്തിന്റെ ശേഷം തന്നെയുള്ള ഈ ഒരു മഫ്ഹൂമിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ക്വസ്റ്റ്യൻ പൊതുവെ ഇങ്ങനെ മഫ്ഹൂം എന്നാണ് ചോദ്യങ്ങൾ വരുന്നത്. ഓക്കെ, ഇത് നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തതാണ്. 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. أول هندي يسجل المحطة الفضائية الدولية هو شوبانشو شوكلا وقال. അപ്പം ശുഭാൻഷു ശുക്ലാണ് ഫസ്റ്റ് ഇന്ത്യൻ നമ്മുടെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ എത്തിയിട്ടുള്ള ഫസ്റ്റ് ഇന്ത്യൻ ആണ് ശുഭാൻഷു ശുക്ല. അദ്ദേഹം അവിടെ എത്ര ദിവസം ചെലവഴിച്ചു എന്നുള്ളതാണ്. ശരിക്കും ആദ്യമായതെന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഈ 3 എന്താണ് ആൻസറും തെറ്റാണ്. കാരണം സമാനിയ അക്ഷരത്ത യോമൻ എന്നുള്ളതും സമാനിയത്ത അക്ഷര അയ്യാമൻ എന്നുള്ളതും സമാനിയത്ത അക്ഷര യോമൻ എന്നുള്ളതൊക്കെ തെറ്റാണ്. ഓക്കെ, അവിടെ ശരിക്കും എന്താ സമാനിയ അക്ഷര യോമൻ എന്നുള്ളതാണ്, സമാനിയത്ത അക്ഷര യോമൻ എന്നുള്ളതാണ് വരേണ്ടത്. പക്ഷെ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പൊതുവെ 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ കൽപ്പന ചൗളനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതിൽ എന്താണ് അപ്പൊ ആ ഒരു ഭാഗത്തു നിന്നും റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇതിനെ ഇതാക്കാം. അതുപോലെ തന്നെ 10ാം ക്ലാസ്സിലെ ഹാൻഡ് ബുക്കിൽ പറയുന്നുണ്ട്, ടെസ്സി തോമസിനെ കുറിച്ച് പറയുന്നുണ്ട്. ടെസ്സി തോമസ് എന്ന് പറഞ്ഞാല് ഒരു എയറോസ്പേസ് എഞ്ചിനീയർ ആണ്, കേരളക്കാരിയാണ്, എയറോസ്പേസ് എഞ്ചിനീയർ ആണ്. അവരറിയപ്പെടുന്നത് മിസൈൽ വുമൺ അല്ലെങ്കിൽ അഗ്നിപുത്രി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. അപ്പൊ അവരെ കുറിച്ചിട്ടൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് റിലേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പരിഗണിക്കാം. പക്ഷെ ഇത് കറക്റ്റ് ആദ്യമാണ് ഇതിന്റെ ആൻസർ വരുന്നത്. പക്ഷെ ഇതിൽ ഈ ഒരു മഹത്ത ഫളാഇയ ദുവലിയ എന്നുള്ള ഈ ടേമൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റ് വന്നിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ഇതൊന്നും എല്ലാവരും പെട്ടെന്ന് ആൻസർ ചെയ്യാം. ഇത് ഡയറക്റ്റ് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന്.
ഓക്കെ, വെരി ഗുഡ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇത് 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ വെള്ളത്തിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതിൽ ഇങ്ങനെ ഒരു വർക്ക് കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് സെയിം ക്വസ്റ്റ്യൻ. 5ാം ക്ലാസ് രണ്ടല്ല, 5ാം ക്ലാസ്. 5ാം ക്ലാസ്സിലാണ് ഒറ്റയ്ക്ക് പറഞ്ഞത്. 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് വന്നിട്ട് ഡയറക്റ്റ് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളിത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ഇതിൽ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. കുന്തു കഅബ മുന്തു അയ്യാമി. ഞാൻ കുറച്ച് ദിവസങ്ങളെ ഞാൻ ക്ഷീണിതനായിരുന്നു. മസഖാനി അഹദു, എനിക്കാരും വെള്ളം തന്നിട്ടില്ല. റഅയ്തു സഹാബൻ ഫിസ്സമാ, ആകാശത്ത് ഞാൻ മേഘത്തെ കണ്ടു. മസാ അൽ യൗമി നസൽ മത്തർ, ഇന്ന് വൈകുന്നേരം എന്ത് ചെയ്തു, മഴ പെയ്തു. ശരിത്തു വർത്തവൈത്തു, അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ വെള്ളം കുടിച്ചു, എന്റെ ദാഹം ശമിപ്പിച്ചു. വർത്തവൈത്തു എന്ന് പറഞ്ഞാൽ ദാഹം ശമിപ്പിച്ചു. വഖുൽതു അൽഹംദുലില്ലാ അനൽ യൗമ ഫർഹാന ജിദ്ദ, ഞാൻ വളരെ ഹാപ്പിയാണെന്ന് ഞാൻ പറഞ്ഞു അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. ഇത് ഡയറക്റ്റ് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക്. റീഡിംഗിൽ കുറെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിൽ പല ക്വസ്റ്റ്യൻസും ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വന്നതാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. സദൽതു അൽ ഖുറത ബികുല്ലി ഖുവത്തിൻ ഇലൽ മർമ തമൂജുൽ മൽഅബ് ബിസ്സആസിർ ഹദഫ് ഹദഫ് മൽ മഅന അൽ ഹഖീഖി ലിജുംലതി തമൂജു അൽ മൽഅബ് ബിസ്സആസിർ എന്നുള്ളത്. ഓക്കെ, ഒന്നെല്ലാവരും പെട്ടെന്ന് ആൻസർ ചെയ്യാം. തമവ്വജൽ മൽഅബു ബിസ്സആസിർ എന്നുള്ളതിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളതാണ്. ഓക്കെ, വെരി ഗുഡ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നമുക്ക് എന്നതിൽ പറയുന്നതെന്നുള്ള നോക്കാം. സദഅതു അൽ ഖുറ ബികുല്ലി ഖുവത്തിൻ ഇലൽ മർമ തമവ്വജൽ മൽഅബു ബിസ്സആസിർ, ഞാൻ എന്താണ് എല്ലാ ശക്തിയോടും കൂടെ ഞാൻ എന്റെ ഗോൾ പോസ്റ്റിലേക്ക് ഞാൻ ഗോൾ അടിച്ചു. അപ്പൊ എന്താണ്, സ്റ്റേഡിയം മുഴുവൻ എന്താണ് ആർപ്പുവിളികളാൽ മുഴങ്ങി എന്നുള്ളതാണ് പറയുന്നത്. ഹദഫ് ഹദഫ്, ഗോൾ ഗോൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന് കറക്റ്റ് ആൻസർ തന്നെയാണ് ഇഹ്തസൽ മുഷാഹിദൂന ഫിൽ മൈദാനി ബിൽ ഫറഹി വസ്സുറൂർ എന്നുള്ളത്. ഇത് 9th ടെക്സ്റ്റ് ബുക്കിൽ ഒരു പാഠമുണ്ട്. ഒരു കുട്ടി, ഒരു മാജിദ് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടി, അവന് വേൾഡ് കപ്പ് കാണാൻ വേണ്ടിയിട്ട് അവൻ അവന്റെ പിതാവിന്റെ കൂടെ പോകുന്നുണ്ട്. അപ്പൊ ആ വേൾഡ് കപ്പ് കാണുന്ന അനുഭവത്തിൽ അവിടെ അങ്ങനെ പറയുന്നുണ്ട് ഇസ്ആസിദ് എന്നുള്ള ടേമൊക്കെ, അതായത് അവരെ ഒരു ആരവങ്ങൾ, ഒരു സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്ന ആരവങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിങ്ങനെ റിലേറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. പിന്നെ ഒളിമ്പിക് അറിയ അങ്ങനത്തെ ഉണ്ടല്ലോ, ഒളിമ്പിക്സിനെ കുറിച്ച് അതിലുണ്ട്. അബ്ദുള്ളന്റെ അതിലുണ്ട്. അതും 9th തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ശരിക്കും ഒരു ചലഞ്ചിങ്ങിന് സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇതിൽ നിങ്ങൾക്ക് അറിയാൻ മതിയാവും, ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നത്. അപ്പൊ ഇത് ചലഞ്ച് ചെയ്യപ്പെടുമോ എന്നുള്ളത് അറിയില്ല. കറക്റ്റ് ആൻസർ അല്ലേ. ഇത് ശരിക്കും 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സുലൈമാൻ അബ്ദുൽ അസീസ് റാജിയെ കുറിച്ചിട്ട് 8ാം ക്ലാസ്സിലുണ്ട് ഒരു ഭാഗം. സിഫ്രില മുക്കാബിൽ നാജി നമ്മൾ പറഞ്ഞതാണ്. നമുക്കറിയാം, ഫസ്റ്റ് ഇസ്ലാമിക് ബാങ്കിങ് സിസ്റ്റം ഒക്കെ കൊണ്ടുവന്നിട്ടുള്ള ആളാണ് സുലൈമാൻ അബ്ദുൽ അസീസ് റാജി. അപ്പൊ അതിന് ഡയറക്റ്റ് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അതിൽ സ്റ്റാർട്ടിങ്ങിൽ കണ്ടില്ല അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്. അതുപോലെ തന്നെ ഈ ടെക്സ്റ്റിൽ അദ്ദേഹത്തിന്റെ മരണത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് തെറ്റാണ്. അതിനി പലവ ചോദിക്കുകയാണെങ്കിൽ തന്നെ അദ്ദേഹം മരിച്ചിട്ടില്ല, പക്ഷെ ഇതിൽ മരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത്. അത് തെറ്റാണ്. അപ്പൊ അദ്ദേഹം മുഅസ്സിസ് അവ്വൽ മസ്റഫുൽ ഇസ്ലാമി ഫി മംലക്കത്തിൽ അറബിയ സൗദിയ, സൗദിയിൽ ആദ്യമായിട്ടുള്ള ഒരു ഇസ്ലാമിക് ബാങ്കിന്റെ സ്ഥാപകനാണ് സുലൈമാൻ ബിൻ അബ്ദുൽ അസീസ് റാജി എന്നുള്ളത്. ആ രീതിയിലും ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പൊ അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യാം. ഇതിൽ പറയുന്നുണ്ട് അദ്ദേഹം വളരെ ഫഖറുലും ഫാക്കയിലായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം ഉണ്ടായിരുന്നത്. അപ്പൊ അദ്ദേഹത്തിന് എന്താണ്, പഠനം ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ചെറുപ്പത്തിൽ തന്നെ, അദ്ദേഹത്തിന്റെ 2ാം ക്ലാസ് ആ ഒരു സമയത്തിൽ തന്നെ അദ്ദേഹത്തിന് പഠനം ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന് ചെറുപ്പത്തിൽ അദ്ദേഹത്തിന് അമലി, തിജാറത്ത് ഇതിനോടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അങ്ങനെ പിന്നെ അദ്ദേഹം ഓരോ വ്യത്യസ്ത ജോലികൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പോർട്ടർ ആയിട്ട്, അതുപോലെ തന്നെ ഹാരിസ്, തൊബ്ബാഹ്, അങ്ങനെ വ്യത്യസ്ത ജോലികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിലിപ്പോ ഈ ആൻസർ ഏതാന്നുള്ള കൃത്യമായിട്ട് ശരിക്കും പറയാൻ പറ്റില്ല. കാരണം 3ഉം ആൻസർ ആണ്. കറക്റ്റ് ആൻസർ ആണെങ്കിൽ അതിലില്ല. അതിൽ ഒരു ഓപ്ഷൻ ആണെങ്കിൽ തന്നെ ക്വസ്റ്റ്യന്റെ ഒരു ഭാഗമായിട്ടാണ് വന്നത്. അത് ചലഞ്ച് ചെയ്യപ്പെടുമോ എന്നുള്ളതിൽ ഡൗട്ടാണ്. ഓക്കെ, ഇത് ഇതുപോലെ 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കൃത്യമായിട്ട് ഒരു ആൻസർ ഇപ്പൊ അതിന് പറയാനായിട്ടില്ല. കാരണം 3 ഓപ്ഷൻ ഏകദേശം കറക്റ്റ് അല്ലേ. കാലത്തിൽ സുലൈമാൻ ദിറാസത്തു, കാരണം അവരുടെ ഫാമിലി കില്ലത്തിൽ മൈഷ ഫേസ് ചെയ്യാണ്. അപ്പം അദ്ദേഹത്തിന് വളരെ ഉപേക്ഷിക്കേണ്ടി വന്നു. അപ്പൊ അതും ഏകദേശം ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് യോജിച്ചത് തന്നെയാണ്. ആൻസർ കീയിൽ ബി ആണ് കാണിക്കുന്നത്.
അക്ഷരം എത്രമാത്രം ശരി നമുക്ക് പറയാൻ പറ്റൂല. കാരണം വൈർ മുവാഫിക്കാണ് ചോദിച്ചത്, കണ്ടോ? വൈർ അതല്ല മുവാഫിക്കാണ്. സി അല്ലേ ടീച്ചറെ? സി പറയാൻ പറ്റില്ല, കാരണം ഇതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അദ്ദേഹത്തിന് ഹിമ്മത്തും അസീമത്തും ഉണ്ട് എന്നുള്ളതുണ്ട്. സുലൈമാന്റെ തലബിൽ ഹിമ്മ വൽ അസീമ വസിഖത്തു നഫ്സ് ഉണ്ട് അദ്ദേഹത്തിന്. ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ ചെറുപ്പത്തിൽ അദ്ദേഹത്തിന് ആ ഒരു എന്താണ് ആത്മധൈര്യം അല്ലെങ്കിൽ ദൃഢനിശ്ചയം കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ് അദ്ദേഹം. അപ്പൊ അതും തെറ്റായിട്ട് നമുക്ക് പറയാൻ പറ്റൂല. പിന്നെ ഈ ക്വസ്റ്റ്യൻ ഓൾറെഡി ഇങ്ങനെ ഓപ്ഷൻ എ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ ചലഞ്ച് ചെയ്യുമോ എന്നുള്ളത് അറിയില്ല, ജസ്റ്റ് പറഞ്ഞതാണ്. പക്ഷെ ഇത് 8ാം ക്ലാസ്സിന്റെ ഭാഗത്ത് നിന്ന് വന്നതാണ്. അപ്പൊ ഇത് നിങ്ങൾ വായിച്ചു പോയിക്കോളൂ, കാരണം ഇതിനിപ്പം അദ്ദേഹം അവ്വൽ മഷ്റഫുൽ ഇസ്ലാമി കൊണ്ടുവന്ന ആളാണ് സൗദി അറേബ്യയിൽ. അതൊക്കെ ഒരു പോയിന്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ അഹി നം ബാക്കിർ എന്നാണ് കേട്ടോ, ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. അഹി നം എന്നാണ്. അഹി നം ബാക്കിറൻ തഹ്നവു കരീറൻ ഫകം കത് തൊബബ നൗമു അൽ ജുസൂമ. طبب النوم الجسوم. اختر من النصائح التالية ما هو أوفق معنى هذا البيت. ഈ ഒരു വരിയോട് ഏറ്റവും യോജിച്ചത് തിരഞ്ഞെടുക്കാനാണ് പറയുന്നത്. എന്നെല്ലാവരും ഒന്ന് ആൻസർ ചെയ്യാം. ഓക്കെ, ഓപ്ഷൻ സി എന്നാണ് കറക്റ്റ് ആൻസർ. വെരി ഗുഡ്, ഓപ്ഷൻ സി ആണ്. ഓക്കെ, എന്താ അതിൽ പറയുന്നത് നമുക്ക് നോക്കാം. അഹിന്നം ബാക്കിറൻ തഹ്ന കരീറൻ ഫകം കഥ തൊബബ നൗമ അൽ ജുസൂമ എന്നുള്ളതാണ്. എന്റെ സഹോദര, നീ എന്താണ്ടാണ് ഇത്ര നേരത്തെ ഉറങ്ങാത്തത്? കാരണം ഉറക്കം എന്ന് പറഞ്ഞാൽ എത്ര എത്ര ശരീരങ്ങളെ സുഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റ്യന് 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വന്നതാണ്. 9ാം ക്ലാസ്സിലെ അഹമ്മദ് ഫാരിസിയുടെ ഒരു കവിതയുണ്ട്, നസായിഹും ത്വബീബ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിലാണ് നിങ്ങൾ ഈ ഒരു ലാസ്റ്റത്തിന്റെ തൊട്ട് മുന്നത്തെ വരി, അതാണ് ഇത് വന്നത്. അഹിനം ബാക്കിറൻ തഹ്ന കരീറൻ ഫകം കത് തൊബബൻ നൗമ അൽ ജുസൂമ എന്നുള്ളത്. അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഇതിൽ പറയുന്നുണ്ട് എന്താ, അഫീനം ഞാൻ 3ാമത്തെ ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. അഫി യാ അഫീനം ഫി മക്തിൻ മുബക്കിർ. ഈ സഹോദര, നീ എന്താണ് വളരെ നേരത്തെ തന്നെ നീ ഉറങ്ങുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പം അതിലെന്താ പറയുന്നത്, നേരത്തെ ഉറങ്ങാതെ നിനക്ക് എന്താണ് ആശ്വാസവും മനസ്സമാധാനവും ഒക്കെ നിനക്ക് അതുകൊണ്ട് എന്താ ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. കാരണം എത്ര എത്ര ഉറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര എത്ര ശരീരങ്ങളെ സുഖപ്പെടുത്തിയിട്ടുണ്ട്, എന്നിട്ട് എത്ര എത്ര ശരീരങ്ങളെ സുഖപ്പെടുത്തിയിട്ട് അത് ആരോഗ്യത്തിലേക്ക് തിരികെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ബാക്കിയൊക്കെ തെറ്റാണ്. കാരണം ബാക്കിയുള്ളതിലൊക്കെ എന്താണ് ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ 3ാമത്തെ ഓപ്ഷനാണ് കറക്റ്റ്. അപ്പൊ ഇതിലും ഇങ്ങനെ പറയുന്നുണ്ട്, ഈ ഒരു ആശയം പറയുന്നുണ്ട്. ഇപ്പൊ ആശയത്തിൽ നിന്നാണ് പൊതുവെ ചോദ്യങ്ങൾ വരുന്നത്. ഇതിൽ അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ നസാഹിൻ തൊബീബ് എന്ന് പറഞ്ഞിട്ടുള്ള അഹമ്മദ് ഫാരിസിയുടെ ഒരു കവിതയാണ്. അഹമ്മദ് ഫാരിസിയും ഈ പോയറ്റും ഓൾറെഡി ഒരു ഡോക്ടറാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം ഇതിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എന്താ ഇവിടെ കണ്ടോ, മുബക്കിന ഫൈനഹു മിൻ അസ്ബാബി റാഹ. കാരണം ഇത് അസ്വബൊക്കെ മറന്നു ഫത്തുൽ പുനസ്ലിഹത്ത് തൊബീബ്. നിനക്ക് എന്തെങ്കിലും ഒരു അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യണം, ഡോക്ടറുടെ ഉപദേശം നീ തേടണം. മുബക്കിറൻ ഫൈനഹ മിൻ അസ്ബാബി റാഹ. നീ നേരത്തെ ഉറങ്ങണം, അത് റാഹത്തിന്റെ ഒരു കാരണത്തിൽ പെട്ടതാണെന്നുള്ളത്. ഇത് ഇതുപോലെ ടെക്സ്റ്റ് ബുക്കിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു തരത്തിലാണ് പൊതുവെ ടെക്സ്റ്റ് ബുക്കിൽ ക്വസ്റ്റ്യൻ കാണുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, أنت يا حبيبي قد حققت أحلامي وأنا أفتخر بأني أم محارب شجاع يفدي بنفسه للوطن. أبشر يا بني فهبل الإعدام وسام للمحارب. لماذا تطلب الأم من الابن أن يبشر؟ എല്ലാവരും ആൻസർ ചെയ്യട്ടോ. ഓക്കെ, അപ്പൊ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇത് 10ാം ക്ലാസ്സിലെ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ഒരു ഭാഗമാണ്. ഉമ്മുൽ അബുത്തോൽ എന്ന് പറഞ്ഞിട്ടുള്ള ഉപാധി ബാനുവിന്റെ ഒരു കഥ. അത് അവരുടെ ഒരു കത്താണ്, മകനുള്ള ഒരു കത്താണ്. ഓക്കെ, അപ്പൊ മകനുള്ള ഒരു കത്താണ്, കാരണം മകന് രക്തസാക്ഷി ആയിട്ടുണ്ട്. അപ്പൊ കറക്റ്റ് ഈ ഒരു ഭാഗമാണ് വന്നത് കേട്ടോ.
أنت يا حبيبي قد حققت أحلامي وأنا أفتخر بأنني أم محارب شجاع يفدي بنفسه للوطن أبشر يا بني فحبل الإعدام وسام للمحارب. ഡയറക്റ്റ് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് രണ്ട് മക്കളുണ്ട്. ഈ രണ്ട് മക്കളും എന്താണ്, ഇവരെന്താ പറയുക, ഇവര് ചെറുപ്പത്തിലെ ഇവരുടെ ഹസ്ബൻഡ് മരിച്ചിട്ടുണ്ട്. അപ്പൊ ഹസ്ബൻഡ് മരിച്ചിട്ടും വളരെ നല്ല മനോധൈര്യത്തോടെ കൂടി ജീവിച്ച ഒരാളാണ് ഉബാദി ബാനു ബീഗം. ഓക്കെ, അപ്പൊ അവരുടെ മക്കളാണ് മൗലാന മുഹമ്മദ് അലി, അതുപോലെ തന്നെ മൗലാന ഷൗക്കത്ത് അലി. ഇവർ രണ്ടുപേരും നമ്മുടെ ഹർക്കത്തുൽ ഇസ്തിഖ്ലാൽ ഹിന്ദിന് വേണ്ടിയിട്ട് ധാരാളം പോരാടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവർ എന്ന് പറഞ്ഞ മക്കളെ പൊതുവെ നല്ല രീതിയിലാണ് വളർത്തിയത്. അതുപോലെ രാജ്യത്തിന് വേണ്ടിയിട്ട് വളർത്തിയിട്ടുള്ള ഒരു ഉമ്മയാണ്. ഓക്കെ, അപ്പൊ ഉമ്മക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഈ ഒരു ബ്രിട്ടീഷുകാരുടെ ഭരണത്തിനെതിരെയൊക്കെ വളരെയധികം എതിരുണ്ടായിരുന്ന ഒരാളായിരുന്നു ഈ ഉമ്മ. കാരണം അവരിതിൽ വിധേയപ്പെടാനൊന്നും തയ്യാറല്ലായിരുന്നു. അങ്ങനെ എന്താണ്, മക്കൾ ഇതുപോലെ തന്നെ മക്കൾക്ക് ഉമ്മ എഴുതിയിട്ടുള്ള ഒരു കത്താണ്. ഇതിന്റെ ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഉമ്മ എന്താണ്, ഉമ്മന്റെ കുട്ടികൾ രക്തസാക്ഷിയാവാന്നുള്ളതാണ്. അപ്പൊ പറയുന്നുണ്ട്, നിങ്ങളെന്റെ സ്വപ്നം നിങ്ങൾ സാക്ഷാത്കരിച്ചു. കാരണം ഞാൻ നിങ്ങളെ കുറിച്ച് ഞാൻ വളരെ പ്രൗഡാണ്. കാരണം നിങ്ങൾ നമ്മുടെ ഇപ്പം ഈ ഹബ്ലുൽ ഇഅ്ദാം എന്ന് പറയുന്ന കൊലക്കയറാണ്. അപ്പൊ ഈ ഒരു കൊലക്കയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പോരാളിയുടെ ഒരു മെഡലാണ് എന്നുള്ളതാണ്, ഒരു മെഡലാണെന്നുള്ള ഒരു അഭിമാനത്തോട് കൂടിയിട്ടാണ് ആ ഉമ്മ അതിനെ കണ്ടത്. അപ്പൊ അതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓപ്ഷൻ എ ആണ് വരിക. ഓക്കെ, لأن الاستشهاد في سبيل الوطن أمر يستحق تقدير الناس في الدنيا ويستحق الجنة في الآخرة എന്നുള്ളതാണ് അതിന്റെ കറക്റ്റ് ആൻസർ. കാരണം ഇസ്തിഷാദ്, കാരണം സ്വന്തം രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു രക്തസാക്ഷിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ലോകത്തിൽ ജനങ്ങളുടെ ആദരവിന് അർഹവും അതുപോലെ തന്നെ പരലോകത്ത് സ്വർഗത്തിന് അർഹവുമാണ് എന്നുള്ളതാണ്. ഓക്കെ, ബാക്കി ആശയങ്ങളൊക്കെ അതിനെതിരാണ്. ഓക്കെ, അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ വരിക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇതിങ്ങനെ ഒരു റിലേഷൻ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സാലിബുൻ ത്വാലിബുൻ മജ്ദുൻ ഹസൽ അല ദറജത്തി ആലിയ ഫി ഇംതിഹാനത്തി സാബിഖ ഫഅന്നഹു അബ്ദുസ്സലാം ഹുവ വാലിദു സാലിം വസ്നൈതു അല ഇബ്നു അഖി കമാ അസ്നൈത അലൈഹി അമ്മതുഹു റഹീമ വഅലാഖത്തു അബ്ദുസ്സലാം മഅി വമഅ സാലിം വറഹീമ എന്നുള്ളത്. ഇത് പൊതുവെ നമ്മൾ ലോജിക്കായി ചിന്തിച്ച് നമുക്ക് കിട്ടാനുള്ളതേ ഉള്ളൂ. ഈ ഒരു ബന്ധാണ് ചോദിക്കുന്നത്. അതായത് ഈ എഴുത്തുകാരനുമായിട്ട് അബ്ദുസ്സലാമിനും അതുപോലെ തന്നെ അബ്ദുസ്സലാം, അതായത് ഇതിൽ പറയുന്നത് ഒരു സാലിം എന്ന് പറയുന്ന കുട്ടിക്ക് എന്താണ്, അവന് പരീക്ഷയിൽ നല്ല വിജയം നേടിയിട്ടുണ്ട്. അപ്പൊ അബ്ദുസ്സലാം അവനെ ആദ്യം അവനെ എൻകറേജ് ചെയ്തു. ഈ അബ്ദുസ്സലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാലിദു സാലിമാണ്, സാലിമിന്റെ ഉപ്പാന്റെ ഉപ്പയാണ്, അതായത് വല്യുപ്പയാണ്. അതുപോലെ തന്നെ വസ്നൈതു അല ഇബ്നു അഖി, പിന്നെ പറയുന്ന ആള് പറയാണ്, ഞാൻ എന്റെ സഹോദരന്റെ മകനെ ഞാൻ എന്ത് ചെയ്തു, എൻകറേജ് ചെയ്തു എന്ന് പറയാണ്. അപ്പൊ അത് എന്ന് പറയുമ്പോൾ എന്താണ്, ഇവന്റെ അമ്മ ആയിരിക്കും, ഈ ഒരു സാലിമിന്റെ അമ്മ ആണ് ഈ പറയുന്ന ആള്. അതുപോലെ തന്നെ അവന്റെ അമ്മത്തും അവനെ എന്ത് ചെയ്തിട്ടുണ്ട്, എൻകറേജ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ പറയുന്ന എന്താണ് സാലിം, അതുപോലെ റഹീമ, അതുപോലെ ഈ പറയുന്ന ആള്, ഇവർക്കൊക്കെ അബ്ദുസ്സലാമുമായിട്ടുള്ള ബന്ധം എന്താണെന്നുള്ളതാണ് ചോദ്യം. അബ്ദുസ്സലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വല്ലിപ്പ. ഓക്കെ, വല്ലിപ്പ എന്ന അദ്ദേഹത്തിന്റെ പിതാവാണ്, വാലിദാണ്. അതുപോലെ തന്നെ സാലിമിന്റെ വല്ലിപ്പയാണ്, അതുപോലെ റഹീമയുടെ ഉപ്പയാണ്. അപ്പം പൊതുവെ എന്താണ് 4ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ബന്ധം പഠിപ്പിക്കുന്നുണ്ട്, റിലേഷൻസ്. ഇങ്ങനെ ഒരു ഇതിനോട് ഇൻക്ലൂഡ് ചെയ്യാൻ മറന്നാണ്, ഞാനത് ജസ്റ്റ് ആഡ് ചെയ്യണ്ടേ PPT-യിൽ. അപ്പൊ അതിലിങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെ റിലേഷൻ ഇങ്ങനെ കാണിച്ചിട്ടുള്ള ഒരു ഫ്ലോ ചാർട്ട് പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പം ആ ഒരു ഭാഗം റിലേറ്റ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ റിലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ലോജിക്കലായിട്ട് കിട്ടാനുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇൻക്ലൂഡ് ചെയ്താണ്. ഇത്രയേ ഉള്ളൂ. പറഞ്ഞുതരോ ടീച്ചറെ ഈ വാലിദി എന്ന് വന്നത്? പറഞ്ഞുതരാം. അതായത് ഇതിൽ പറയുന്നത് സാലിമിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സാലിം എന്ന് പറഞ്ഞത്, സാലിമിന് പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടി. അപ്പൊ സാലിമിനെ ആദ്യം ആരാണ് എൻകറേജ് ചെയ്യുന്നത്? ഹന്നാവ് അബ്ദുസ്സലാം. അബ്ദുസ്സലാം ആദ്യം അവൻ എൻകറേജ് ചെയ്തു. അപ്പൊ അബ്ദുസ്സലാം ആരാണെന്നുള്ളതാണ് ഫസ്റ്റ് പറയുന്നത്. ഹുവ വാലിദു സാലിം. ഈ സാലിമിന്റെ ഈ എന്താണ് പരീക്ഷയിൽ വിജയിച്ച ഈ സാലിമിന്റെ ഉപ്പയുടെ ഉപ്പയാണ്. അതായത് അവന്റെ എന്താണ് ഗ്രാൻഡ് ഫാദർ ആണ് അബ്ദുസ്സലാം. അത് ക്ലിയർ ആണോ? പിന്നെ പറയുന്നത് വസ്നൈതു അല ഇബ്നു അഖി, അതായത് എഴുത്തുകാരൻ പറയാണ് വസ്നൈതു, പിന്നെ അവനെ പ്രോത്സാഹിപ്പിച്ചു അല ഇബ്നു അഖി, എന്റെ സഹോദരന്റെ മകനെ. എന്റെ സഹോദരന്റെ മകൻ എന്ന് പറഞ്ഞാൽ സാലിം. അപ്പൊ ഈ സാലിമിന്റെ അമ്മ ആണ് ഈ പറയുന്ന ആള്, അതായത് പിതാവിന്റെ സഹോദരനാണ് സാലിമിന്റെ. പിന്നെ പറയാണ് കമ അസ്നൈത അലൈഹി അമ്മതുഹു റഹീമ, അതുപോലെ അവന്റെ എന്താണ് അമ്മായി അവൻ എന്ത് ചെയ്തു, അവനെ എൻകറേജ് ചെയ്തു. അതായത് ഈ പറയുന്ന ആളുടെ സഹോദരിയാണ് ഈ റഹീമ എന്ന് മനസ്സിലാക്കുക.
അപ്പൊ ജസ്റ്റ് അങ്ങനെ ഒരു നിങ്ങളൊരു മൈൻഡ് സെറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ക്വസ്റ്റ്യൻ അങ്ങനെയല്ല. ക്വസ്റ്റ്യൻ എന്താണ്? ഈ അബ്ദുസലാമുമായിട്ട് ഇവരുടെ ബന്ധം എങ്ങനെയാണെന്നുള്ളതാണ്. അബ്ദുസലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഗ്രാൻഡ് ഫാദർ ആണ് അബ്ദുസലാം. അബ്ദുസലാമുമായിട്ട് ഈ പറഞ്ഞ സാലിമിനും ഈ പറയുന്ന ആൾക്കും അതുപോലെ തന്നെ റഹീമക്കും എന്താണ് ബന്ധം എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ ആദ്യം അബ്ദുസലാമിനെ നമ്മൾ പറഞ്ഞു. ആദ്യം തന്നെ മഴി എന്നാണ് ചോദ്യം. മഴി എന്ന് പറയുമ്പോൾ എഴുത്തുകാരന്റെ പിതാവാണല്ലോ. എഴുത്തുകാരന്റെ പിതാവാണ്, അതാണ് വാലിദി. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു സാലിമിന്റെ വാലിദാണെന്ന് പറഞ്ഞു. അപ്പം ജദ്ദു സാലിമാണ്. ഓക്കെ. പിന്നെ ഈ റഹീമയുടെ പിതാവാണ്. കാരണം റഹീമ 3-ാം ക്ലാസ്സിൽ പഠിപ്പിക്കണില്ലേ ടീച്ചറെ? അന്താന്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 4-ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. 3-ലും കണ്ടു. മൂന്നിലുണ്ടായിരിക്കും. 4 കറക്റ്റ് ആ ഫ്ലോ ചാർട്ട് പോലെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ ഹാൻഡ് ബുക്കിൽ ഇങ്ങനെ കറക്റ്റ് അമ്മത്ത് പറഞ്ഞിട്ട് പിതാവിന്റെ സഹോദരി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ അവിടെ ആഡ് ചെയ്യാൻ മറന്നതാണ്. ഞാൻ ആഡ് ചെയ്തിട്ട് PPT ഷെയർ ചെയ്ത് തരാം. ഓക്കെ. നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നമ്മൾ 4-ാം ക്ലാസ് ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ആ ഒരു ഭാഗത്ത് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആണോ? ഇതുവരെ എടുത്തത് ടെക്സ്റ്റ് ബുക്കും ലിറ്ററേച്ചറും. ഓക്കെ. ഇൻഷാല്ലാ അപ്പൊ ക്ലാസ് വൈൻഡപ്പ് ചെയ്യട്ടെ. ഓക്കെ. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.